എന്താടി ഇത്? ഈ ഫോട്ടോക്ക് എന്താ കുഴപ്പം? ഷോൾ ഓൾറെഡി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോൾ ഇടാൻ ഡ്രസ് ഇടരുതെന്ന്. അത് ഇട്ടത് പോയാൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ചേട്ടാ ഇതില് വൃത്തികേടൊന്നും ഇല്ലല്ലോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആണോ? ചേട്ടാ ചെയ്യാൻ ചേട്ടാ ഞാനേ അരുണിന്റെ എൻഗേജ്മെന്റ് കാര്യം പറഞ്ഞിരുന്നില്ലേ, അവൻ എത്താറായി. ഞാനേ അവന്റെ കൂടെ ഡ്രസ് എടുക്കാൻ പോയിട്ട് വരട്ടെ. എങ്ങോട്ടാ പോകുന്നത്? സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി നല്ല ഒരെണ്ണം എടുക്കണം എന്നാ പ്ലാൻ. ഇനി വല്യമ്മയ്ക്ക് കൊണ്ട് ചേർത്ത് ഡ്രസ് എടുത്തോണ്ടിരിക്കരുത്, വേഗം വരണം. അതിന് വല്യമ്മ വരുന്നില്ലല്ലോ, പിന്നെ ഞാനും ഒരെണ്ണം കൂടെ. അപ്പൊ നീ ഒരെണ്ണം കൂടെ ഈ സിറ്റി മൊത്തം കറങ്ങാൻ പോകുന്ന ഡ്രസ് എടുക്കാൻ? അതെ. എടി നിനക്ക് നാണം ഉണ്ടോടി? കല്യാണം കഴിഞ്ഞിട്ട് വേറെ സിറ്റി മൊത്തം കറങ്ങാൻ നാട്ടുകാരെന്താ എന്ത് വിചാരിക്കും? ചേട്ടാ ഇതെന്താ പറയുന്നേ? അരുൺ എന്റെ സഹോദരനെ പോലെയല്ലേ, എന്റെ വല്യമ്മയുടെ മോനല്ലേ അവൻ. സഹോദരനെ പോലെയല്ലേ? സഹോദരൻ അല്ലല്ലോ. നീ ഇനി കൂടുതൽ ഞാനൊന്നും പറയണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. എന്തായാലും വല്യമ്മ വരട്ടെ, വല്യമ്മ വന്നാ നിന്നെ കൂടെ വിടാം. ചേട്ടാ ഇന്ന് ലീവാണോ? ഇല്ല, പോണം. പോവാം. വല്യമ്മ എന്താ വരാ തരണേ? അമ്മ എന്നിട്ട് കാര്യമില്ല ചേട്ടാ, ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. അരണേ, കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയായിട്ട് പുറത്ത് ചുറ്റി നടക്കുന്ന നല്ലൊരു ശീലമായിട്ടായിരുന്നു തോന്നുന്നുണ്ടോ? ചേട്ടാ ഇവിടെ എന്റെ സഹോദരിയാ. എടാ, നിങ്ങൾ കുടുംബം എല്ലാവരും മണ്ടന്മാരാണോ? ഇവളും ഇതേ പല്ലവി എന്നാ പറയുന്നത്. എന്തായാലും വല്യമ്മ വരട്ടെ, എന്നാ ഞാൻ ഇവിടെ വിടാം. ചേട്ടാ ഇത്ര പഴഞ്ചനാവല്ലേ? ആണാ, ഞാൻ പഴഞ്ചൻ തന്നെയാ. ഞാൻ കെട്ടിയ താരയാ കഴുത്തി കിടക്കുന്നത്. ഇത് ഇട്ടുകൊണ്ട് ഇവിടെ വേറെ ഒത്തുള്ള അഴിഞ്ഞാൻ കിടക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ചേട്ടാ മതി നിർത്ത്, ഞാൻ പോണില്ല, പോരെ. ഒരു സഹോദരൻ വന്നേക്കും. എവിടെ പോയിരിക്കുന്നു ഇത്രയും നേരം? എന്റെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. ചേട്ടാ ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ കയറിയേ, കടയിലാണെങ്കിൽ ഭയങ്കര തിരക്ക്, എന്റെ ഫോൺ അതിനിടയിൽ ഓഫ് ആയി പോയി. നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാം, 6 മണി ഒരു സമയം ഉണ്ടെങ്കിൽ നീ എവിടെ പോലും ഇവിടെ എത്തിയിരിക്കണം. ഇനി ഒരു ദിവസം നീ താമസിച്ച് വന്ന നിന്റെ ജോലിക്ക് പോക്കെ ഞാൻ നിർത്തും, കേട്ടല്ലോ? ചേട്ടാ കടയിൽ തിരക്കായോണ്ടല്ലേ, സോറി. അതിരിക്കട്ടെ, നീ ആരോട് ചോദിച്ചിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കൂട്ടിയേ? അത് പിന്നെ സാലറി വന്നപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നീ വാങ്ങിച്ചു കൂട്ടി. നിനക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഞാൻ പഠിപ്പിച്ചു തരാം. അടുത്ത മാസം മുതൽ നിന്റെ സാലറി വരുമ്പോ അത് എന്റെ അക്കൗണ്ടിലോട്ട് നീ അയച്ചു തരണം. അതിൽ നിന്ന് നിനക്ക് ഞാൻ ചെലവിന് വന്നോളാം, കേട്ടല്ലോ? പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രാത്രി 10 മണിക്ക് മുമ്പായിട്ട് ഉറങ്ങണം. രാവിലെ എണീറ്റ് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ഇവിടെ നിന്ന് ഓഫീസിൽ പോകുമ്പോഴും ഓഫീസിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോഴും എനിക്ക് വീഡിയോ കോൾ ചെയ്യണം, കേട്ടല്ലോ? പിന്നെ വീട്ടിനടുത്തുള്ള ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എറണാകുളത്ത് പോയിട്ട് പറയണ്ട. ഓഫീസിൽ ഓപ്പറേഷൻ കൂടുതലായിട്ട് നൈറ്റ് ലേറ്റ് ആയിട്ട് വന്നിട്ട് രാവിലെ നേരത്തെ പോയെന്ന് പറഞ്ഞു, കേട്ടോ? ഹലോ. എടി നീ ഉറങ്ങിയില്ലേ? ചേട്ടാ ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു, അപ്പഴാ കോള് വന്നേ. കഴിച്ചോ? സമയം രാത്രി 10 ഇപ്പഴും നീ ഓൺലൈനിലുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓഫ് ചെയ്യാൻ പോയപ്പോഴാ ചേട്ടന്റെ കോള് വന്നേ. എടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ 10 മണി കഴിഞ്ഞ 1 മിനിറ്റ് പോലും പിന്നെ ഓൺലൈനിൽ കാണലെന്ന്. ചേട്ടാ ഞാനിപ്പം ഓൺലൈൻ ഇരിക്കുന്ന കണ്ടത് ചേട്ടൻ ഇപ്പൊ ഓൺലൈൻ ഉള്ളത് കൊണ്ടല്ലേ. എടി ഞാൻ ഓൺലൈനിൽ ഇരിക്കുന്ന പോലെയാണ് നീ ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് രാത്രി 10 മണിക്ക് ശേഷം ഓൺലൈനിൽ കണ്ട നാട്ടുകാർ എന്ത് പറയുന്നു അറിയോ? അവള് പോക്കാശ്രമം പറയത്തുള്ളൂ. എടി ഞാൻ ഇവിടെ 2 ദിവസത്തെ ബിസിനസ് മീറ്റിംഗ് വന്നതാണ്, അല്ല ഗൾഫിൽ പോയല്ല നിനക്ക് ഇങ്ങനെ കൂത്താടെ. ചേട്ടാ മതി, ഞാൻ ഓഫ്ലൈൻ ആയിക്കോളാം. ഇല്ല വേണ്ട, നീ വീഡിയോ കോൾ വാ. നീ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം ഞാൻ ഉറങ്ങിക്കോളാം.
ഏട്ടാ സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഞാൻ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടേ. എടി എനിക്ക് സാലറി 25,000 രൂപയല്ലേ? നീ ഇതിൽ 20 അയച്ചിട്ടുള്ളൂ, ബാക്കിയോടെ പോയി. അത് പിന്നെ ചേട്ടാ അച്ഛനൊരാവശ്യം വന്നപ്പോഴേ ഞാൻ 5,000 രൂപ ഇതിൽ നിന്ന് എടുത്തു കൊടുത്തത്. അച്ഛന് ATM കാർഡ് ഉണ്ടോ കാശ് എടുക്കാനായിട്ട്? അച്ഛൻ അങ്ങനെ ATM ഒന്നും ഉപയോഗിക്കാറില്ല, തൊട്ടടുത്തുള്ള ബ്രാഞ്ച് പോയി അച്ഛൻ എടുത്തോളൂ. അച്ഛനൊന്നും വിളിക്കാം. ആ മോനെ. അച്ഛാ കാശ് അയച്ച് കിട്ടിയായിരുന്നോ? ആ മോൻ കാശ് അയച്ചിരുന്നോ? അല്ല ഞാനല്ല, ഐശ്വര്യ അയച്ചത്. ആ അതോ, അത് കിട്ടി പോനെ, അത് എടുക്കുകയും ചെയ്തല്ലോ. അച്ഛൻ എങ്ങനെയാ ബാങ്കിൽ പോയത് എടുക്കാൻ? അതിവിടെ അടുത്തുള്ള ബാങ്കിൽ പോയി എടുത്തു പോനെ. ഇല്ല അച്ഛന് ATM കാർഡില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അച്ഛാ പിന്നെ അടുത്ത മാസം ആ കാശ് തിരിച്ചിട്ട് തരണേ, മറക്കല്ലേ. ആ ശരി മോനെ. ഇതുവരെ എത്താമെങ്കിൽ എനിക്ക് വീട്ടിലോട്ട് കയറാൻ അറിയും. ഓടാ. കഴിക്കാട്. ചേട്ടാ ഞാൻ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ എന്നെ ഒന്ന് വിളിക്കാൻ വരാൻ പറഞ്ഞേ. അതിന് ചേട്ടന് സമയമില്ല, രാത്രി ബാറിൽ പോയി കള്ളു കുടിക്കാൻ സമയമുണ്ടല്ലേ? ആ പിന്നെ ലോകത്ത് നിനക്ക് മാത്രമല്ല പീരിയഡ്സ് ഉള്ളൂ. ഒന്ന് പോടി. ഞാൻ വിളിക്കാൻ വരാത്തപ്പോ നീ ബസ്സിൽ കയറി പോകുന്നില്ലേ? എന്നിട്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജിൻഡോ അവന്റെ കാറിലാണ് ഉണ്ടാക്കിയത്. പെണ്ണാണ് നിനക്ക് നാണല്ലേ കണ്ണി കണ്ടമാരെ കുറെ കാറിൽ കയറി വരാൻ? ചേട്ടാ എനിക്ക് പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒട്ടും വയ്യാത്തോണ്ടാവും എന്നെ കാറിൽ കൊണ്ടാക്കിയേ. ഓ അപ്പൊ നീ പീരിയഡ്സ് ആണെന്ന് അവനോട് പറഞ്ഞല്ലേ? നീ ഒരു കാര്യം ചെയ്തെന്താ, ഒരു ഫ്ലക്സ് എടുത്ത് നാട്ടുകാരെ മൊത്തം അറിയിക്കാത്തെന്താ? എടി കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങളെ പീരിയഡ്സ് ആണെന്ന് സ്വന്തം ഭർത്താവിനോട് അല്ലാതെ നാട്ടുകാരോട് പറയൂടി. അതെങ്ങനെ? കണ്ണി കണ്ട അലവലായത്തി കുടുംബത്തിലെ പെണ്ണെടുത്താ അതാ ഇങ്ങനെ ഇരിക്കും. ചേട്ടാ സൂട് സംസാരിക്കണം. ഓ അല്ല നീ എന്തോ മൂക്കി കയറ്റോ? ഞാൻ കിട്ടിയ താലി കഴുത്തിയിട്ട് എന്റെ വീട്ടിൽ താമസിച്ച് നീ കണ്ണി കണ്ട അലവലാതി കൂടെ നാട് ചുറ്റണ്ടടി. ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. പൊടി ചേട്ടാ 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 തുറക്കേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ. ചേട്ടാ ചേട്ടാ ഞാൻ ഈ രാത്രി ഇങ്ങോട്ട് പോവും, കഥ ഉറക്ക്. നീ വിളിച്ചാ വരാൻ കുറെ ടാക്സി ഡ്രൈവർമാരുണ്ടല്ലോ ഇവിടെ, അവന്മാരെ വിളിക്ക്. അവന്മാരൊന്ന് വിളിച്ചോണ്ടോ. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ട്രാക്ക് ഉണ്ട്, അവിടെ കൊണ്ട് തല വെക്കും. അല്ലെങ്കിൽ നിന്നെ പോലെയുള്ളവന്മാര് ജീവിച്ചത് എന്തെടുക്കാനാണ്? പോയി ചാവടി. നിന്റെ കെട്ടിറങ്ങിയാ? അപ്പൊ മോക്കൊണ്ട് വക്കാലത്ത് കൊണ്ട് ഇറങ്ങിയായിരിക്കും രാവിലെ. നിങ്ങളെ മോളെ ഭർത്താവിന്റെ കൺട്രോൾ ജീവിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തല്ലി കൺട്രോൾ നിർത്തണോ? അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിലേ പിന്നെ എന്താണ് കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൺട്രോൾ തന്നെ ജീവിക്കണം. നീ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവിടെ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്, സ്വന്തമായി വരുമാനമുണ്ട്. നീ ഒരു താലി കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്
നിന്നെ മാത്രം അനുസരിച്ച് അവൾ ജീവിക്കണോ? നീ പറയുന്ന ഡ്രസ്സ് ഇടണം, നീ പറയുന്ന ആഹാരം ഉണ്ടാക്കി തരണം, നീ വരാൻ പറയുമ്പോ വരണം പോണം. അതിന് നീ ജയിലിലുള്ള ജയിൽ പുള്ളിയല്ല, നിന്നൊപ്പം ജീവിക്കുന്ന നിന്റെ പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു പെണ്ണ് തന്നെയാണ് ഇവിടെ. ഞാൻ ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. സൗകര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ജീവിച്ചാൽ മതി. എനിക്ക് സൗകര്യം ഇല്ല. ഇത്രയും കാലം ഞാൻ സഹിച്ചു. എന്നോട് ട്രെയിനിൽ തലവെക്കാനൊക്കെ പറഞ്ഞ് തന്റെ കൂടെയൊക്കെ ഞാൻ എങ്ങനെ ജീവിക്കണം? ആ പിന്നെ കണ്ടവന്റെ കൂടെ കാറിൽ കയറി വന്ന നിന്നെ ഞാൻ തട്ടവും താമ്പലം വെച്ച് ഇങ്ങോട്ട് സ്വീകരിക്കാം. എടാ ഇവിടെ ഒരു ഓട്ടോയിൽ വന്നിരുന്നെങ്കിൽ ആ ഓട്ടോ ഓടിക്കുന്ന ഒരാണല്ലേ, അതോ ഊരും പേരും അറിയാത്തവരുത്, അതിന് കുഴപ്പമില്ലേ? ഇന്നലെ എവള് നിന്നെ വിളിച്ചു വയ്യെന്ന് പറഞ്ഞപ്പോ നീ അവളെ പോയി വിളിച്ചോ? അന്നേരം നീ ബാറിൽ മദ്യവെച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ആ നിനക്ക് എത്ര യോഗ്യതയുണ്ടോ ഇത് പറയാൻ? നിനക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, ഒരു വളർത്തു നായയാണ്. നീ പറയുമ്പോ ഓടാനും കിടക്കാനും കുറയ്ക്കാനും കടിക്കാനും അനുസരണമുള്ള ഒരു പട്ടി. ഓളെ അതിനുവേണ്ടി അവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ തുടലുണ്ടല്ലോ, അതിന് നിനക്ക് വേണ്ട, അത് ഊരി കൊടുക്ക്. ഇതിനെ കൊണ്ട് കഴുത്തിൽ വേണ്ട. മോളെ നിനക്ക് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോണ്ടിരിക്കോ? എടുക്കാൻ മാത്രമല്ല ചാ, കൊടുക്കാനും ഉണ്ട്.